ഓർമ്മകളിലേക്ക് ഒരു ഡ്രൈവ്. എന്റെ പ്രിയപ്പെട്ട ഡോക്ടർ ഡ്രൈവിംഗ്. ഓരോ ഗെയിമിനും ഓരോ കാലഘട്ടമുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ മൊബൈൽ ഗെയിമുകൾക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നുതന്ന ഒരു ഗെയിമാണ് ഡോക്ടർ ഡ്രൈവിംഗ്. ഇന്നും എന്റെ ഫോണിൽ ഈ ഗെയിം കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. പഴയ നല്ല ഓർമ്മകളിലേക്ക് ഒരു ഡ്രൈവ് പോകുന്ന പോലെ. പണ്ട് വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ടു വന്നാൽ ആദ്യം ഫോണെടുത്ത് കളിച്ചിരുന്നത് ഈ ഗെയിമായിരുന്നു. മറ്റ് റേസിംഗ് ഗെയിമുകളെപ്പോലെ അമിത വേഗതയുടെ ആവേശമല്ല ഡോക്ടർ ഡ്രൈവിംഗ് നൽകിയത്. പകരം ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് സിഗ്നലിൽ കാത്തുകിടന്ന് സൂക്ഷിച്ച് പാർക്ക് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരുതരം സമാധാനവും സംതൃപ്തിയുമാണ്. എത്രയെത്ര സിഗ്നലുകളിൽ ഞാൻ ക്ഷമയോടെ കാത്തുനിന്നിരിക്കുന്നു. ഓരോ ദൗത്യം പൂർത്തിയാക്കുമ്പോഴും കിട്ടുന്ന ആ സന്തോഷം, അതൊരു പ്രത്യേക ഫീലായിരുന്നു. ഈ ഗെയിമിൽ ഓരോ പുതിയ കാർ അൺലോക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്റെ പഴയ കാർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും കിട്ടിയ സന്തോഷം ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ കാർ ഇച്ചിരി സ്പീഡാണല്ലോ, പാർക്കിംഗ് എളുപ്പമായി എന്നൊക്കെ കൂട്ടുകാരോട് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുമായിരുന്നു. ചില ദൗത്യങ്ങൾ എത്ര ശ്രമിച്ചിട്ടും പൂർത്തിയാക്കാൻ പറ്റാതെ വരുമ്പോൾ ദേഷ്യം വരും. പക്ഷേ ഒടുവിൽ അത് പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആശ്വാസം, അതാണ് ഡോക്ടർ ഡ്രൈവിംഗിന്റെ മാജിക്. ഒരേ സമയം ശ്രദ്ധയും ക്ഷമയും ആവശ്യമുള്ള ഒരു ഗെയിമായിരുന്നു ഇത്. റോഡിലെ നിയമങ്ങൾ പാലിക്കാൻ പഠിപ്പിച്ചത് ഈ ഗെയിമാണെന്ന് തമാശയോടെ പറയാറുണ്ട്. എന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും മനോഹരമായ ഗെയിം ഓർമ്മകളിൽ ഒന്നാണ് ഡോക്ടർ ഡ്രൈവിംഗ്. ഇപ്പോഴും മനസ്സിൽ നിറയെ സന്തോഷം തരുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ ഈ ഗെയിം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഈ ഗെയിം കളിച്ചിട്ടുള്ള ആർക്കും എന്റെ ഈ വാക്കുകൾ മനസ്സിലാകും. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.